നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2 മുട്ടയാട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലേശം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലേശം പാലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ മലയാളികൾക്ക് കരിവേപ്പില ഇല്ലാതെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ ചെറുതായിട്ട് കുറച്ച് കരിവേപ്പിലയൊന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ടേ. പിന്നെ എടുത്തേക്കുന്നത് ബ്രെഡാട്ടോ. നമുക്ക് എത്ര എണ്ണോ വേണ്ട അതനുസരിച്ച് ബ്രെഡും മുട്ടയുടെ മിക്സ്ചറൊക്കെ ഒന്ന് എടുക്കാം. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ഇതുപോലെ 2 സൈഡും നമ്മുടെ മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് എടുക്കണം. അതിനുശേഷം നമ്മുടെ പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ബട്ടറാണ് ചേർക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയെക്കാളും ടേസ്റ്റ് ബട്ടറോ ഗീയോ അപ്ലൈ ചെയ്യുന്നതാട്ടോ. അതിനുശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മുടെ പാൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടേ. ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രാവിലെ തയ്യാറാക്കാനാണെങ്കിലും വൈകിട്ട് ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തയ്യാറാക്കാനാണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് അവരുടെ സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലും അടിപൊളി റെസിപ്പി അല്ലേ. എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാലോ. ടേസ്റ്റിയുമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.